കേരയിൽ വീണ്ടും ചർച്ചയാകുകയാണ്. നമ്മുടെ റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർ അലോക് വർമ്മയുടെ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുതുതായിട്ട്. അദ്ദേഹം വളരെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുന്നു, കേരളത്തിന് കേരയിൽ വേണ്ട. കേരളത്തിന് ഇപ്പോഴുള്ള പാതകളുടെ എണ്ണം കൂട്ടിയാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. മാഷിന് എന്താണ് തോന്നുന്നത്? അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പതുക്കെ വരാം. പ്രാഥമികമായിട്ട് തോന്നുന്ന കാര്യം അലോക് വർമ്മ എന്ത് പറഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും പ്രശാന്ത് പറയണം. ഈ സമയത്ത് എനിക്കൊരു ഷോക്കിംഗ് ആയിട്ട് തോന്നി. കാരണം ഈ കേരളത്തിൻ്റെ പ്രോജക്റ്റ് DPR ഉണ്ടല്ലോ, കേരളത്തിൻ്റെ DPR പൂർണ്ണമായും മാറ്റിവെച്ച് സമാന്തരമായ ഒരു DPR മുന്നോട്ട് വെച്ചാൽ, അതും ഈ ശ്രീധരേട്ടനെ പോലുള്ള വലിയ വിദഗ്ധന്മാർ മുന്നോട്ട് വെക്കുന്ന പ്രോജക്റ്റ് ബ്യൂറോക്രാറ്റ്സ്, ടെക്നോക്രാറ്റ്, അപ്പോൾ അവരുടെ പ്ലാൻ അനുസരിച്ച് ഇത് നടന്നേക്കുമെന്നും, അങ്ങനെയാണെങ്കിൽ ഈ DPR ഒന്ന് മാറ്റിവെച്ചിട്ട് ഏറ്റവും കുറച്ച് ജനങ്ങളെ ഉപദ്രവിക്കുകയും ഏറ്റവും കുറച്ച് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ജനസാന്ദ്രമല്ലാത്ത ഏരിയയിലൂടെ എന്നാൽ ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന തരത്തിൽ അത് ചെയ്യാമെന്നുള്ള ഒരു ബദൽ ഫോർമുല നേരത്തെ ശ്രീധരേട്ടൻ മുന്നോട്ട് വെച്ചതാണ്. അത് അംഗീകരിക്കുന്ന മട്ടിലാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ സമീപകാലത്ത് സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. അപ്പോൾ എന്തൊക്കെ ആയാലും ഈ തുടക്കത്തിൽ എതിർപ്പിൽ നിന്ന് അങ്ങനെ എതിർക്കുന്നവർ, ഇപ്പോൾ BJP പുറകോട്ട് പോയാൽ തന്നെ ഇപ്പോൾ ശ്രീധരേട്ടൻ്റെ ഒരു പ്രോജക്റ്റാണ്, പ്ലാനാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ അത് UDF അംഗീകരിച്ചു എന്ന് വരും. അപ്പോൾ ആ മഞ്ഞക്കുറ്റിക്കാലം പോയിട്ട് ഈ എനിക്ക് തോന്നുന്നത് കേരയിൽ വീണ്ടും വന്നേക്കുമെന്ന ഒരു സ്വപ്നം, ഒരു ഭീതിയാണെന്നോ എനിക്കറിയില്ല. അത് അപകടമില്ലാത്ത തരത്തിലാണെങ്കിൽ, ഏറ്റവും കുറച്ച് അപകടം കുറഞ്ഞ തരത്തിലാണെങ്കിൽ നമുക്കൊരു ഹൈസ്പീഡ് റെയിൽവേ വേണ്ടാന്ന് ഞാൻ പറയില്ല. പക്ഷേ കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക് ചേർന്ന മട്ടിൽ, പരിസ്ഥിതിയെ സമ്പൂർണ്ണമായി ഇവിടെ പക്ഷെ മാഷേ അലോക് വർമ്മ ഈ കാര്യത്തിൽ അതെ മാഷ പറഞ്ഞതിൻ്റെ ഇടയ്ക്കൊരു വരി ഇവിടെ പറഞ്ഞോട്ടെ, ഇവിടെ കേരയിൽ എന്നൊരു പുതിയ കമ്പനിയുടെ ആവശ്യമില്ല എന്നാണ്. അത് അതിൻ്റെ സാമ്പത്തികമാണ്, അതിൻ്റെ രാഷ്ട്രീയമാണ്. തീർച്ചയായിട്ടും ആവശ്യമില്ല, അത് ഇന്ത്യൻ റെയിൽവേക്ക് ചെയ്യാവുന്നതേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതൊക്കെ അലോക് വർമ്മ, ഞാനിപ്പോൾ നമുക്ക് അറിയേണ്ടത് അലോക് വർമ്മ എന്ത് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വിശദമാക്കാം. തീർച്ചയായിട്ടും വിശദമാക്കാം. ഈ കേരയിലും നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ആയിട്ടുള്ളൊരു വലിയ പ്രശ്നം, ഒന്നാമത്തെ പ്രശ്നം ഈ കേരയിൽ സിൽവർ ലൈൻ, ശരിക്കും അതിൻ്റെ പേര് സിൽവർ ലൈനാണ്. അത് സ്റ്റാൻഡേർഡ് ഗേജാണ്. അറിയാമല്ലോ, പാളത്തിൻ്റെ വീതിയെ സംബന്ധിച്ച് ആ കണക്കിൽ അത് നമ്മുടെ ഇന്നത്തെ നിലവിലെ ഇന്ത്യൻ റെയിൽവേയുമായിട്ട് യോജിക്കുന്നതല്ല. അപ്പോൾ ഇത് ഒരു എന്താ പറയണ്ടേ, സിൽവർ ലൈനിൽ കേരളിൻ്റെ പദ്ധതി മാത്രമേ നടക്കുകയുള്ളൂ. ഒരിക്കലും ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പദ്ധതി നടക്കില്ല. കേരളിന് വേണ്ടി കൊണ്ടുവരുന്ന വണ്ടി ഇന്ത്യൻ റെയിൽവേയുടെ ട്രാക്കിൽ ഓടിക്കാനും പറ്റില്ല. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. അപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത് ഇത് രണ്ടും ഒന്നാക്കിക്കൂടെ? നമുക്കിത് രണ്ടും ഒന്നാക്കിയാൽ നമുക്ക് രണ്ടു കൂട്ടർക്കും പ്രയോജനമല്ലേ എന്നൊരു ചോദ്യമാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി നമ്മുടെ അശ്വനി വൈഷ്ണവ് ഉന്നയിച്ചത്. DPR മാറ്റണം എന്നൊക്കെ സജഷൻ വെച്ചത് അതുകൊണ്ടാണ്. അതൊരു കാര്യം. പക്ഷെ മാഷ് പറഞ്ഞതുപോലെ നേരത്തെ ശ്രീധരൻ സാറിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച്, പ്രോജക്റ്റ് അനുസരിച്ച്, ഇത് സബർബൻ റെയിൽവേ എന്ന് പറയുന്ന പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയാൽ, അതായത് തിരുവനന്തപുരം തൊട്ട് ചെങ്ങന്നൂർ വരെ, കോട്ടയത്തു നിന്ന് എറണാകുളത്തു നിന്ന് തൃശ്ശൂർ, പാലക്കാട്, ഇങ്ങനെ പല പല ഏരിയകളിൽ ആയിട്ട് സബർബൻ റെയിൽവേ നടപ്പാക്കിയാൽ അപ്പോൾ ട്രാക്കുകളുടെ എണ്ണം കൂടും. ഇപ്പോൾ 2 വരി എന്നുള്ളത് 4 വരിയാവും. വണ്ടികൾ എന്താ പറയണ്ടേ, 5 മിനിറ്റ് പോലും ഇടവേള ആവശ്യമില്ലാതെ വണ്ടികൾ ഓടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ തിരക്ക് അതിനനുസരിച്ച് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, ആൾക്കാർക്ക് പ്രയോജനം കിട്ടും. എന്നാൽ അതിൻ്റെ സാമ്പത്തിക നിക്ഷേപം, അതിലേക്ക് വേണ്ടുന്ന ആ പദ്ധതിക്ക് വേണ്ടി നിക്ഷേപിക്കേണ്ട പണം എന്ന് പറയുന്നത് കേരളിൻ്റെ 1/3 ഉള്ളൂ. കേരളിനിപ്പോൾ ഇവർ 64,000 കോടിയൊക്കെ പറയുന്നു. പക്ഷേ ശരിക്കും അത് 1.25 ലക്ഷം കോടിയുടെ പ്രോജക്റ്റാണെന്ന് എല്ലാവർക്കും അറിയാം. നടത്തി വരുമ്പോൾ അത് അതിനേക്കാൾ കൂടും. വർഷം എത്ര എടുക്കുമെന്ന് നമുക്കിപ്പോഴും ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. അതിനേക്കാളുമൊക്കെ വേറൊരു അപകടം, ഇത് തൂണുകളിലാണ് പോകുന്നതെങ്കിൽ 2 ലക്ഷം കോടിയിൽ നിൽക്കില്ല. അലോക് വർമ്മ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തൂണുകളിലാണ് കേരളയിൽ നിങ്ങൾ നിർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 2 ലക്ഷം കോടിയിൽ നിൽക്കില്ല. ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ, കൊച്ചി മെട്രോയ്ക്ക് എത്ര രൂപ ചിലവായി എന്നുള്ളത് കണക്കല്ല ഇപ്പം മലയാളിക്ക് അറിയുന്ന കാര്യമാണ്. എത്ര 1000 കോടി രൂപ ചിലവായി എന്ന്. ഇത് കേരളം മുഴുവനും വലിച്ചു നീട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ നമുക്ക് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വളരെ മാന്യമായിട്ട് പറഞ്ഞത്,
പണം കണ്ടെത്താനുള്ള വഴി നിങ്ങൾ നോക്കിക്കോ, ഞങ്ങൾ ശല്യപ്പെടുത്തരുത്, ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇത് 2 ലക്ഷം കോടിയിലൊന്നും നിൽക്കാൻ പോകുന്നില്ല. പിന്നെ ഈ പറയുന്ന വർഷം കൊണ്ട് അത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അലോക് വർമ്മ അത് വളരെ വ്യക്തമായിട്ട് കാലദൈർഘ്യമൊക്കെ അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഏറ്റവും ക്രിസ്പായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഞാൻ പോകുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഇനി സമയത്തിൻ്റെ കാര്യം അദ്ദേഹം പറയുന്നത്, ഈ ശരിക്കും 160 കിലോമീറ്റർ സ്പീഡിൽ ഈ വന്ദേ ഭാരത് ഓടിച്ചാൽ നമുക്ക് 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താം. പോട്ടെ, നമ്മൾ പ്രധാന ജില്ലകളിലേക്ക് ഓരോ സ്റ്റോപ്പെല്ലാം വെച്ച് കൊടുത്തു. ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, ചെങ്ങന്നൂർ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പിന്നെ തിരൂർ, കോഴിക്കോട് എന്ന് പറഞ്ഞ് മെയിൻ സ്റ്റോപ്പുകൾ വെച്ച് കൊടുത്താൽ നമുക്ക് ഏറി വന്ന എത്ര സമയം കൂടുതലെടുക്കും മാഷേ? ഒരു 5 മണിക്കൂർ. 5 മണിക്കൂർ കൊണ്ട് 160 കിലോമീറ്റർ സ്പീഡിൽ ഈ വണ്ടി ഓടിയാൽ 5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം, കാസർഗോഡ് നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കൊരു തമാശ പറയുന്നതാണ്, നമ്മുടെ ഗോവിന്ദൻ മാഷിന് കാസർഗോഡെന്ന് അപ്പവുമായിട്ട് 5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തി വിൽക്കാൻ പറ്റും. അപ്പം ചീത്തയാകില്ല, അത് ഉറപ്പാണ്. അടുത്ത വന്ദേ ഭാരതി കയറി തിരിച്ച് കാസർഗോഡിന് പോവുകയും ചെയ്യാം. അപ്പോൾ അതിരിക്കട്ടെ, നമ്മളതിൻ്റെ തമാശ ആണെങ്കിലും അതിനകത്തൊരു കാര്യമുണ്ട്. കാരണം 5 മണിക്കൂർ കൊണ്ട് ഒരാളിന് ഒരു ദിവസം കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് പോയി വരാം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. കാലം മാറുകയാണ്, വളരെ ഫാസ്റ്റായിട്ട് ആൾക്കാർ വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓട്ടം നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏർപ്പെടുത്തിയില്ലെങ്കിൽ, ആ ഓടാനുള്ള വേഗം നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏർപ്പെടുത്തിയില്ലെങ്കിൽ കേരളം മാത്രം പിന്നിലായി പോവും. തമിഴ്നാടും കർണാടകയും ആന്ധ്രയും തെലങ്കാനയും ഉത്തരഭാരതവും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും കാശ്മീർ വരെ വളരെ വേഗത്തിൽ കയറി ഓടി മുംബൈ കയറി പോകും. നമ്മൾ വളരെ പുറകിലായി പോകും. അതുകൊണ്ട് അത് നമ്മൾ തിരിച്ചറിയണം. പക്ഷേ മാഷ് നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളുടെ കൊങ്ങയ്ക്ക് പിടിച്ചുകൊണ്ടാകരുത് വികസനം. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? പക്ഷേ ഇപ്പോൾ അലോക് വർമ്മ എന്താണ് അതിലും മറുപടി പറഞ്ഞുള്ളത് എനിക്കല്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലാണ്, പ്രാക്ടിക്കൽ ഇഷ്യൂസാണ്. ഓക്കെ, അല്ല, ഒരു വരിയും കൂടി പറഞ്ഞോട്ടെ. അദ്ദേഹം പറയുന്നു 40,000 കോടി രൂപയ്ക്ക് നമുക്ക് ഇപ്പോഴുള്ള പാതയോട് ചേർന്ന് ഒരു 3-4 പാതകൾ നമുക്ക് വിഭാവനം ചെയ്യാം. 40,000 കോടി രൂപയെ ചെലവാകുമ്പോൾ നമുക്ക് വളവുകൾ നിവർത്താൻ പറ്റും. ഒട്ടുമിക്ക വളവുകളും നമുക്ക് നിവർത്തിയെടുക്കാൻ പറ്റും. ആൾക്കാരെ കുടിയൊഴിപ്പിക്കേണ്ടി വരില്ല. പണവും കുറവാണ്. ഇതിന് റെയിൽവേ വിചാരിച്ചാൽ കടവും കിട്ടും. വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഇതിനകത്ത് പങ്കാളിയാകാം. PPP പദ്ധതിയൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ. അതൊക്കെ കേന്ദ്രം എത്രയോ, മൻമോഹൻ സിംഗിൻ്റെ കാലത്തെ അതിന് അനുമതി കൊടുത്തതാണ് അത്തരം കാര്യങ്ങൾക്ക്. അങ്ങനെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. ഈ വരാൻ പോകുന്ന 3-4 പാതകൾക്ക് സംസ്ഥാന സർക്കാരിന് വലിയ തോതിൽ റെയിൽവേയുമായിട്ട് സഹകരിക്കാം. അതിന്റെ സാങ്കേതിക മറ്റ് നിയമവശങ്ങളൊക്കെ ഇനി ചർച്ച ചെയ്ത് പരിശോധിച്ച് മറുപടി പറയട്ടെ. പക്ഷേ ഈ പറഞ്ഞ സാധനം അദ്ദേഹം ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം പറഞ്ഞു വരുന്നത് കേരയിൽ വേണ്ട, സമാന്തരമായ പാളം വെച്ചിട്ട് വന്ദേ ഭാരതുകൾ എണ്ണം കൂട്ടിയിട്ട് അത് ഓടിച്ചാൽ മതി എന്ന് മാത്രമല്ല, ഇപ്പോൾ വന്ദേ ഭാരതിൻ്റെ കാര്യത്തിൽ ഒരു പുതിയ നീക്കം നടന്നിരിക്കുകയാണ്. അത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. വന്ദേ ഭാരത് സ്ലീപ്പറുകൾ വരികയാണ്. ഈ അടുത്ത 2025 ജനുവരിയിൽ തന്നെ അത് പിന്നെ ഡൽഹി കാശ്മീർ റൂട്ടിൽ ഓടിത്തുടങ്ങുമെന്നാണ് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം. അത് എന്തായാലും കേരളത്തിന് ഒരു ട്രെയിനെങ്കിലും കിട്ടാതിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറയാം. ഇപ്പോൾ സാറ് പറഞ്ഞു, ഇപ്പോൾ അലോക് വർമ്മ പറഞ്ഞതുപോലെ സമാന്തര പാളങ്ങൾ ഉണ്ടാക്കാതെ ഈ വന്ദേ ഭാരതുകളുടെ എണ്ണം കൂട്ടിയാൽ, സ്ലീപ്പർ ആവട്ടെ സീറ്റർ ആവട്ടെ, എണ്ണം കൂട്ടുമ്പോൾ സംഭവിക്കുന്നത്, ഇപ്പോൾ വന്ദേ ഭാരത് ഓടുമ്പോൾ സാധാരണക്കാർ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന എല്ലാ വണ്ടികളും സഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നിലവിലുള്ള റെയിൽവേ പാളത്തിലൂടെ ഇനി 2-3 വന്ദേ ഭാരത് വന്നാൽ സാധാരണ പാസഞ്ചർ വണ്ടികൾ, എക്സ്പ്രസ് വണ്ടികൾ, ലഘുദൂര വണ്ടികൾ, ഇതൊക്കെ വലിയ തോതിൽ സഫർ ചെയ്യും. ഇപ്പം തന്നെ യാത്രക്കാരുടെ ഒരു ശാപം വലിയ തോതിൽ ഉണ്ടായിരുന്നു. കാരണം വന്ദേ ഭാരത് വരാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മണിക്കൂറുകൾ പിടിച്ചിടുക വണ്ടികൾ. അല്ല, അതിന് ഒറ്റ വഴിയേ ഉള്ളൂ. സംസ്ഥാന സർക്കാരാണ് ആ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത്. കൂടുതൽ പാളങ്ങൾ കൊണ്ടുവരാൻ ഭൂമി വിട്ടുകൊടുക്കുക. ഇപ്പം തന്നെ റെയിൽവേക്ക് ആവശ്യത്തിന് ഭൂമിയുണ്ട്. കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഇത് ചെയ്ത് ആവശ്യമുള്ള ചില സ്ഥലങ്ങളിൽ പാലങ്ങളൊക്കെ വരുത്തിക്കൊണ്ട്, ചില സ്ഥലത്ത് നമുക്ക് ഭൂമി എടുക്കാൻ പറ്റിയെന്ന് വരില്ല, അവിടെ നമ്മൾ ഒരു ആകാശമാർഗം ഒക്കെ വിഭാവനം എന്തായാലും ഒരു സമാന്തര പാതയാണ്. സമാന്തര പാതകൾ, പാത എന്ന് മാത്രം പറഞ്ഞിട്ട് സമാന്തര പാത ഏതായാലും അത് ചെയ്താൽ അലോക് വർമ്മ പറയുന്ന രീതിയിലാണെങ്കിൽ നമ്മുടെ
ഈ യാത്രാ പ്രശ്നം, റെയിൽവേ യാത്രാ എന്നുവെച്ചാൽ നമ്മുടെ മെട്രോ മോഡലിൽ ഡബിൾ പാതകൾ ആ ഉണ്ടാക്കി, പാതകൾ ഉണ്ടാക്കി, ഒന്ന് അങ്ങോട്ടും ഒന്നും ഇങ്ങോട്ടും ഒരേ സമയത്ത് ഓടുന്ന, അത് നമുക്കിപ്പോൾ ഉള്ള രീതിയിൽ തൂണുകളിലല്ല ഭൂമിയിൽ കൂടെ ഭൂമിയിലൂടെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ഈ പ്രശ്നം, റെയിൽവേ യാത്രാ പ്രശ്നം അതിവേഗം പരിഹരിക്കാനാവും. എന്തായാലും കേരളിൻ്റെ കാര്യത്തിൽ ഒരു വലിയ പുനർവിചിന്തനം സർക്കാർ നടത്തണം എന്ന് തന്നെയാണ് അലോക് വർമ്മയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ചില്ലറക്കാരനല്ലല്ലോ, തീർച്ചയായിട്ടും അനുഭവസ്ഥനായ അത് ഒരാൾ, റിട്ടയർഡ് റെയിൽവേ ചീഫ് എഞ്ചിനീയർ, വിദഗ്ധനാണ്, അനുഭവസ്ഥനാണ്. അദ്ദേഹം പറയുന്നത് ഗൗരവമായിട്ട് ബന്ധപ്പെട്ട അധികാരികളുടെ അധികാരികൾ നമുക്ക് ശ്രദ്ധ പതിയട്ടെ എന്ന് വിചാരിക്കാം. തീർച്ചയായിട്ടും.